നിവർത്തിക്കണം. നമുക്ക് ഉചിതം എന്ന് പറഞ്ഞ അരുവനാഥന്റെ ആമേ കാൽപ്പാദങ്ങളെ പിന്തുടരുക. മനസ്സിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് നന്മകളാൽ നിറക്കണമേ. ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും ജയം ജയം. ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. നിന്റെ സാക്ഷിയും വാചകക്കാരും ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ തലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. സ്വന്തം ജനമായ യഹൂദന്മാരുടെ കൈകളാൽ അരിച്ച് തകർക്കപ്പെട്ട് മരിച്ച് അവൻ റോമാ ഗവൺമെന്റിന്റെ കല്ലറയിൽ അടക്കി 3 ദിവസം ആ മുദ്രയെ ഭേദിച്ച് മരണത്തിന് ജയം എവിടെ, ഈ പാതാളത്തിന് ജയം എവിടെന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ദൂരങ്ങളിലേക്ക് കരയിപ്പോയി പരിശുദ്ധാത്മാവിനെ തന്റെ സമയത്ത് നൽകുകയും ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിന് വേണ്ടി മധ്യസ്ഥതയ്ക്കും താമസമില്ല തനിക്കായി കാത്തു നിൽക്കുന്ന സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുമെന്നുള്ള കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനപ്രകാരം നിന്റെ സാക്ഷിയും വാചകത്താലും ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ തലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. കാത്തു നിൽക്കുന്ന സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് ദൃഢ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവീരെന്നുള്ള കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനപ്രകാരം ഒന്നിന്റെ സാക്ഷിയും വാചകത്താലും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ തലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ തലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ആമേൻ. സ്നാനപ്പെടുത്തുവീൻ എന്നുള്ള കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനപ്രകാരവും നിന്റെ സാക്ഷിയും വാചകത്താലും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ തലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. പലസ്തീനിലും ഗലീലയിലും സിറിയയിലും ഒക്കെയും സമരയിലും ചുറ്റി നടന്ന് പിതാവായ ദൈവത്തിന്റെ തിരികിലും ആമേ രോഗശാന്തിയിൽ കൂടെ പാപശാന്തിയിൽ കൂടെ ദൈവരായത്തിന്റെ സുവിശേഷത്തിൽ കൂടെ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിൽ കൂടെ ഒക്കെയും വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഓരിമാന ശാന്തനാഥനഗതനെയും 33 തിരുവയസ്സിൽ സ്വന്തം ജാതിയായ യഹൂദന്മാരുടെ കൈകളാൽ അടിച്ച് തകർക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഹല്ലേലൂയ 3 ദിവസം റോമാ ഗവൺമെന്റിന്റെ കല്ലറി ഭേദിച്ച് ഓരോരുത്തർക്ക് കരറിപ്പോയി വാഴ്ത്തുന്ന പരിശുദ്ധാത്മാവിനെ തന്റെ സഭയ്ക്ക് നൽകിയപ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥനയ്ക്കും താമസമില്ലാത്ത വിശുദ്ധന്മാരെ ലോകത്തിന്റെ 5 വരകളായി ചിതറി പാർത്ത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിൻ എന്നുള്ള കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനപ്രകാരവും നിന്റെ സാക്ഷിയും വാചകത്താലും ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ തലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഓ ജയം ജയം യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും എന്നുള്ള കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനപ്രകാരവും നിന്റെ സാക്ഷിയും വാചകത്താലും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ തലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കുന്നു. തകർക്കുന്ന രാജരാജൻ കർത്താവേ, ഇന്ന് പകലിൽ ഏറ്റെടുത്ത് ജ്ഞാനമേറ്റ് അങ്ങയോട് ചേരുവാൻ അങ്ങയെ ധരിപ്പാനായി കടന്നു വന്ന സഹോദരങ്ങൾക്കായി കർത്താവെ ജലത്തിൽ സാക്ഷി സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്നൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവത്തെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്ക് അവകാശങ്ങളാക്കി ദൈവരെ ചൊരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്നാന കടവിനെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി അനേകായിരങ്ങൾ കർത്താവ് ഇതിൽ കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ അവിടെ നിന്ന് സ്വർഗ്ഗം ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും അങ്ങയുടെ നാമം മഹത്വം എടുക്കണം. ഒരു മഹത്വം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ. സ്വർഗ്ഗീയ നല്ല പിതാവേ.